നമസ്കാരം. പെറ്റൽസ് എന്ന നമ്മുടെ കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സസ്യമാണ് അഗ്ലോണീമിയ. അഗ്ലോണീമിയ വീടിന്റെ ശോഭ കൂട്ടുന്ന ഇൻഡോർ സസ്യം. വീട് അലങ്കരിക്കാനും ശുദ്ധവായു ലഭിക്കാനും ഏറ്റവും മികച്ച ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് അഗ്ലോണീമിയ അല്ലെങ്കിൽ ചൈനീസ് എവർഗ്രീൻ. ഇത് ദക്ഷിണേഷ്യൻ പ്രദേശങ്ങളിലാണ് സ്വാഭാവികമായി കാണപ്പെടുന്നത്. ഇന്നിത് വീടുകൾ, ഓഫീസുകൾ, ഫ്ലാറ്റുകൾ എന്നിവിടങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട ഹൗസ് പ്ലാന്റുകളിൽ ഒന്നാണ്. മിനുങ്ങിയ പച്ച നിറത്തിലുള്ള വലിയ ഇലകളാണ് ഏറ്റവും പ്രധാനമായുള്ള ആകർഷണം. ചില വേരിയന്റുകളിൽ നമുക്ക് ഇലകളിൽ വെള്ള, പിങ്ക്, ചുവപ്പ് നിറങ്ങളുടെ പാടുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെയധികം സൗന്ദര്യപരമായ മൂല്യമുള്ളതിനാൽ വീടിനകത്ത് വയ്ക്കാൻ അത്യുത്തമമാണ് അഗ്ലോണീമിയ. വായുവിൽ നിന്നുള്ള വിഷവാതകങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്ന എയർ പ്യൂരിഫൈങ് പ്ലാന്റ് കൂടിയാണ് അഗ്ലോണീമിയ. ഇതിന് നേരിട്ട് സൂര്യപ്രകാശം ആവശ്യമില്ല. ഇൻഡയറക്റ്റ് ആയിട്ട് വെളിച്ചം കിട്ടുന്ന ഏതെങ്കിലും ഒരു പ്രതലത്തിൽ വെച്ചാൽ മതി. ജനലിൻ്റെ അടുത്തോ മറ്റെവിടെയെങ്കിലും നമുക്കിത് വെക്കാനായിട്ട് സാധിക്കും. കൂടുതൽ സൂര്യപ്രകാശം കിട്ടിയാൽ ചിലപ്പോൾ ഇലകൾ മങ്ങിയേക്കാം. വെള്ളം ആഴ്ചയിൽ നമുക്ക് 2 പ്രാവശ്യം ഒഴിച്ചാൽ മതിയാകും. മണ്ണ് അല്പം ഉണങ്ങിയ ശേഷം മാത്രം വെള്ളം ഒഴിക്കുക. അത്യധികം വെള്ളം നിൽക്കുന്നത് റൂട്ട് റോട്ട് ഉണ്ടാക്കും. ലഘുവായ നല്ല ഡ്രെയിനേജ് ഉള്ള മണ്ണാണ് അഗ്ലോണീമിയ വളർത്താനായിട്ട് അത്യുത്തമം. കോക്കോപിറ്റ്, ഗാർഡൻ സോയിൽ, കമ്പോസ്റ്റ് മിശ്രിതം ആണ് ഏറ്റവും നല്ലത്. മാസം തോറും ഒന്നുപോലെ ഓർഗാനിക് ലിക്വിഡ് ഫെർട്ടിലൈസറായ സീവീഡോ കമ്പോസ്റ്റ് ടീയോ ഒക്കെ നമുക്കിതിന് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അഗ്ലോണീമിയയുടെ പ്രജനനം ഏത് രീതിയിലാണെന്ന് നോക്കാം. സ്റ്റെം കട്ടിംഗ് അല്ലെങ്കിൽ ഡിവിഷൻ വഴി നമുക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാവുന്ന ഒരു സസ്യമാണ് അഗ്ലോണീമിയ. ഇത് നമുക്ക് വെള്ളത്തിലോ അല്ലെങ്കിൽ നേരിട്ട് മണ്ണിലോ നടാൻ പറ്റുന്ന ഒരു സസ്യം കൂടിയാണ് അഗ്ലോണീമിയ. ഇലകളിൽ പൊടി അടിയാതിരിക്കാനായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് നനഞ്ഞ തുണി കൊണ്ട് തുടച്ചു കൊടുക്കാം. കീടങ്ങൾ വരുന്നത് കണ്ടാൽ നമുക്കിതിൽ നീം ഓയിൽ സ്പ്രേ ഉപയോഗിക്കാം. ഇനി നമുക്ക് അഗ്ലോണീമിയയുടെ കുറച്ച് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും അഗ്ലോണീമിയ നമ്മുടെ വീടിന്റെ വായു ശുദ്ധീകരിക്കുന്നു. വളരെ കുറഞ്ഞ പരിചരണത്തിൽ വളരുന്ന സസ്യമായതിനാൽ ഇത് ഫ്ലാറ്റുകളിലും മറ്റും ധാരാളമായി ആളുകൾ വളർത്തുന്നുണ്ട്. പിന്നെ ഇതിന് ഏറ്റവും പ്രധാനമായ ഒരു മൂല്യമായി കണക്കാക്കുന്നത് ചൈനീസ് ഫെങ്ഷൂയി സിദ്ധാന്തങ്ങൾ പ്രകാരം ഓരോ സസ്യത്തിനും വീടിന്റെ ഊർജപ്രവാഹത്തിൽ വലിയ പങ്കുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളതിൽ ഒന്നാണ് അഗ്ലോണീമിയ, അതായത് ചൈനീസ് എവർഗ്രീൻ. അഗ്ലോണീമിയ വീടിനുള്ളിൽ സൗഭാഗ്യം, സമാധാനം, സാമ്പത്തിക പുരോഗതി എന്നിവയ്ക്കായി വയ്ക്കാവുന്ന അത്യന്തം ഭാഗ്യകരമായ സസ്യമായിട്ടാണ് കരുതപ്പെടുന്നത്. സൗഭാഗ്യത്തിന്റെ പ്രതീകമായ അഗ്ലോണീമിയയെ ഗുഡ് ലക്ക് പ്ലാന്റ് എന്നും പേരിട്ടിരിക്കുന്നു. വീട്ടിനകത്ത് വെച്ചാൽ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുകയും നെഗറ്റീവ് എനർജി നീക്കം ചെയ്യുകയും ചെയ്യുമെന്നാണ് ഫെങ്ഷൂയി പ്രകാരമുള്ള വിശ്വാസം. അഗ്ലോണീമിയയുടെ തിളക്കമുള്ള പച്ച ഇലകൾ ധനസമ്പത്ത് ആകർഷിക്കുന്നതിനും സഹായിക്കുന്നു എന്ന് കരുതപ്പെടുന്നു. ഇത് വീടിന്റെ വൈബ്രേഷൻസ് ബാലൻസ് ചെയ്യുകയും സ്ട്രെസ് കുറയ്ക്കുകയും ചെയ്യുന്നു. അഗ്ലോണീമിയ വീടിൽ വെക്കുന്നത് പ്രകാരം ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നു. വീടിനകത്തെ ബന്ധങ്ങളിൽ സൗഹൃദവും സ്നേഹവും ഉണ്ടാക്കാൻ സഹായിക്കുന്നു എന്ന് ഫെങ്ഷൂയി പറയുന്നു. അതിനാൽ ഇത് ലിവിംഗ് റൂം, ബെഡ്റൂം, ഓഫീസ് ഡെസ്ക് തുടങ്ങിയ ഇടങ്ങൾ വെക്കുന്നത് അത്യുത്തമമാണ്. കിഴക്ക് ഭാഗത്ത് വെച്ചാൽ ആരോഗ്യവും സമാധാനവും പ്രദാനം ചെയ്യുമെന്നും തെക്ക് കിഴക്ക് ഭാഗത്ത് വെച്ചാൽ സമ്പത്തും സമൃദ്ധിയും വർദ്ധിക്കുമെന്നും പറയപ്പെടുന്നു. വീടിന്റെ പ്രവേശന കവാടത്തിന് സമീപം വെച്ചാൽ നല്ല ഊർജം വീടിനുള്ളിലേക്ക് വരുമെന്നും വിശ്വസിക്കുന്നു. സസ്യത്തിന്റെ ഇലകൾ എപ്പോഴും പച്ചയും തിളക്കമുള്ളതുമായിരിക്കണം. അത് പോസിറ്റീവ് എനർജിയുടെ അടയാളമാണ്. ഇതുപോലെ കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.